കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഓൾറെഡി ബാക്ക് നെക്കിലേക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ പതിച്ചടിക്കാത്ത ആ ബാക്ക് നെക്കിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് നെക്ക് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ലൈനിങ് പാർട്ടിനെ ഇതുപോലെ നമുക്ക് മുകളിലൂടെ എടുത്തു കൊണ്ടുവരാം. അതായത് ഇപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഫ്രണ്ടിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവുക. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ദേ അങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും നമ്മുടെ തുന്നലൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് റെഡിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഒന്നുകൂടെ പറയാം, ബാക്ക് നെക്കിൻ്റെ ഉള്ളിലായിട്ട്, അതായത് ബാക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ഉള്ളിലായിട്ട് ഫ്രണ്ട് വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി വേണം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് അത് സ്റ്റിച്ച് ചെയ്യാമെന്ന്. ദേ ഇനി നമുക്ക് ഈ കൃത്യമായ അളവിലൂടെ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുകയും ബോട്ടം പാർട്ട് ചെയ്യുകയും ചെയ്യണം. അതിനി നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാവേ.